ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ചെക്ക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രതീക്ഷിച്ചത് പോലെ ഗ്യാപ്പ് അപ്പ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. ബീഹാർ ഇലക്ഷന്റെ പ്രതീക്ഷയെ കൊണ്ട് മാർക്കറ്റ് ഉണ്ടായിട്ട് കൂടെ ആ മാർക്കറ്റ് അങ്ങനെ ഒരു മൊമെന്റ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഒരു എന്താണ് ഒരു ഗ്രാജുവലി ഒരു അപ്വേർഡ് ജേണി വന്നതുപോലെയായിരുന്നു മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ലെവലിന്റെ ഭാഗത്തൊക്കെ റേഞ്ചിന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് പയ്യെ ഒന്ന് കയറിയത് മാത്രമേ ഉള്ളൂ. ആ റേഞ്ച് പൊട്ടി മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തു. 13,960 എന്ന് പറഞ്ഞ ആ റേഞ്ചിനെ പൊട്ടി മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാം. താഴേക്ക് ഇറങ്ങി ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് വേണമെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഡി ഷേപ്ഡ് പ്രൊഫൈൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 26,000 എന്ന് പറഞ്ഞ് 26,020 എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രോങ് ഏരിയയുടെ ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് നിഫ്റ്റിക്കുണ്ട്. സോ അതിന് മുകളിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരെയാണെങ്കിൽ മാത്രമേ ഈ ഒരു റെഫറൻസ് ലെവൽ ആക്റ്റീവ് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റില്ല. നമ്മളെ ലെവൽ ട്രേഡിംഗിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് തന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് തന്നെ നമ്മുടെ R1 ഭാഗത്താണ് ഓപ്പൺ ചെയ്ത് ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തു. R1, R2, R3 ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സ്മൂത്ത് ട്രേഡ് ചെയ്യുന്ന ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഓപ്പണിംഗ് വന്ന ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ക്ലോസിംഗ് സത്യമാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഈ കാലിൽ ക്ലോസ് വന്നു. അടുത്ത കാലിൽ ട്രിഗർ ആയിട്ടില്ല, താഴേക്ക് ഇറങ്ങി ഇതിന് മുകളിൽ വന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിവിടെയാണ് വന്നത്. ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കൃത്യമായിട്ട് വന്നത്. ആ ഉച്ചയ്ക്ക് ശേഷം വന്നത് കൊണ്ട് മാത്രമാണ് ട്രേഡ് ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ആയി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ക്ലോസ് ആയിട്ടില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ആയി ഇതിന് മുകളിൽ വന്നപ്പോൾ ട്രേഡ് എടുത്തില്ല. സോ അത് ഇറങ്ങി താഴേക്ക് അടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത് കൊണ്ട് ആ ട്രേഡ് ആക്ച്വലി നമുക്ക് എടുക്കാൻ പാടില്ല. പിന്നെ വീണ്ടും ഒരു കംഫർട്ടബിൾ ക്ലോസ് വന്നത് ഈ ക്യാൻഡിലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെയാണ് എൻട്രി, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. R1 ടാർഗറ്റ് തന്ന ദിവസമായിരുന്നു. ആരൊരാൾ സങ്കടത്തോട് കൂടി ഇട്ടായിരുന്നു. അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് ആ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഫോക്കസ് ചെയ്യുക. അതിന്റെ അടുത്ത ട്രേഡിന് മുകളിൽ മാത്രമേ എടുക്കാവുള്ളൂ. കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടിക്കൽ എടുക്കല്ലേ. ഏതാണ് കട്ട് ചെയ്യണം അതിന്റെ അടുത്ത ക്യാൻഡിൽ അതിന് മുകളിൽ പോകുമ്പോൾ എടുക്കുക. ഇൻ കേസ് അത് ട്രിഗർ ആവാതെ ആ ക്യാൻഡിലെ നമ്മൾ കട്ട് ചെയ്ത ക്യാൻഡിലെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഫ്രഷ് ഒരു ബുള്ളിഷ് മൊമെന്റം വന്ന് ആ ക്യാൻഡിലിന് മുകളിൽ മാത്രമേ വീണ്ടും ആ ഒരു മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ട്രിഗർ ആയത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതും ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച ദിവസമായിരുന്നു കൃത്യമായിട്ട് കടന്നുപോയത്. അപ്പം നിഫ്റ്റി പുതിയ ഉയരങ്ങളിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഉയരങ്ങൾ 26,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ 26,200 അല്ലെങ്കിൽ 26,400 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 26,200 മുകളിൽ 26,000 മുകളിൽ നിഫ്റ്റി സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,200 26,300 400 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ചെയ്യായിരുന്നു. മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത് 13,914 ഭാഗത്താണ് POC. ഇപ്പൊ ഞാനന്ന് POC ഒന്ന് പൊക്കി എടുത്ത് മാറ്റി എങ്ങോട്ടാക്കി 13,949 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി 914 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി. ഇനി നമുക്കൊരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,020 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ് 14,020 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 14,070 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,110 14,110യും തേർഡ് ടാർഗറ്റ് 14,150 ഭാഗത്ത്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവൽസ് ആണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് അതിന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇനി ബെയറിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് 13,892 13,890 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 13,890 താഴെ ഒരു സെല്ലിനെ ഞാൻ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഈ POC ആണ് 13,857 13,857 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,800 ഭാഗത്തേക്ക് 13,800 ഭാഗത്തേക്കും
അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,750 ഭാഗത്തേക്ക്, എത്രയാണ് 13,750 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പ് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് 13,890 പൊട്ടാണെങ്കിൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഈ റെഫറൻസ് ലെവൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി ആണെന്ന് കിട്ടില്ല, എല്ലാ റെഫറൻസ് ലെവലും പൊട്ടി താഴെ മുകളിലോട്ട് പോയി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്നൊരു ദിവസമായിരുന്നു നമുക്ക് നോക്കേണ്ടത്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുന്നത് പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അപ്പോൾ 59,000 ബുള്ളിഷ് ഓഫർ എന്ന് പറയുമ്പോൾ ഞാൻ 59,050 വെച്ചു. 5950 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 59,220 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 59,380 ഭാഗത്തേക്കും, തേർഡ് ടാർഗറ്റ് 59,500. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവൽസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എങ്ങനെ അറൈവ് ചെയ്തെന്ന് ചോദിക്കില്ല, ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവൽസ് ആണ്. ഇനി ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്നത് 58,954, 58,954 ഭാഗത്താണ് പി ഒ സി. 58,954 ഭാഗം, 58,954 ഭാഗത്താണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സെല്ലിങ് നമുക്ക് നോക്കണം. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചൊരു സെല്ലിങ് നോക്കണം. അപ്പോൾ ഫസ്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, 58,600 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 58,600 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് 58,476 ഭാഗത്തേക്ക് പോവാം. 58,476 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 58,353, 58,353 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് ഈ 58,200, എത്രയാണ്? 58,200 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ 58,600 പൊട്ടയാണെങ്കിൽ നമ്മൾ ഈ ഒരു റേഞ്ച് കണ്ടല്ലോ, ഈ ഒരു റേഞ്ചിനകത്ത് വന്ന് വാല്യൂ ഏരിയ ഹൈ ടച്ച് ചെയ്ത്, വാല്യൂ പി ഒ സി ടച്ച് ചെയ്ത്, വാല്യൂ ഏരിയ ലോ ടച്ച് ചെയ്തുള്ള ട്രേഡ് സെറ്റപ്പ് ആയിരിക്കും ആക്റ്റീവ് ആണത്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെന്റം, ഏകദേശം 10-500 പോയിന്റ് വേണം വീണ്ടും കയറാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ഇനി നിഫ്റ്റിയാണ്. അപ്പോൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞാൽ നിഫ്റ്റി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് നിഫ്റ്റിയുടെ ടാർഗറ്റ് ഒക്കെ നിഫ്റ്റി കിട്ടിയത്. സോ നിഫ്റ്റി ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രൊഫൈൽ കണ്ടിട്ട് ഡി പെർഫെക്റ്റ്ലി ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. 25,969 ഭാഗത്താണ് പി ഒ സി. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യാം. 25,969 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് റഫറൻസിനെ ഒന്ന് തട്ടി മുകളിൽ കയറ്റണം, അത് ഏറ്റവും വലിയ കാര്യമാണ്. എത്രയാണ് ബുള്ളിഷ് റഫറൻസ് മാറ്റണം? അത് 25,969 ആണ് പി ഒ സി. 25,969 ഭാഗത്തേക്ക് വന്നു. ഇനി ഞാൻ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ചിന്തിക്കുന്നത് 26,020 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ്? 26,020 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ, 26,025 മുകളിൽ മാത്രമേ 25 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് 26,072 ഭാഗത്തേക്ക്, 26,072 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 26,120 ഭാഗത്തേക്കും, തേർഡ് ടാർഗറ്റ് 26,165, 26,165 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 26,025 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ റെഫറൻസ് ലെവലൊക്കെ ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് ഈ ഒരു ഏരിയ, അതായത് 25,880 താഴെ സെല്ലിംഗ് എടുക്കാം. 25,880 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 25,805 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 25,805 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് 758 ഭാഗത്തേക്ക്, 25,758 ഭാഗത്തേക്കും. അതിന് താഴെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,700 എന്ന് പറഞ്ഞാൽ 25,700 വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്കും. ചുരുക്കി പറഞ്ഞാൽ 25,880 പൊട്ടയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് വന്ന് ഈ പറഞ്ഞ ലെഫറൻസ് എത്രയാണ്? 20,250 പൊട്ടയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലെഫറൻസ് ലെവൽസും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ലെവൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്ന് നല്ലൊരു ട്രേഡിംഗ് ദിവസമായിരുന്നു. കൃത്യമായിട്ട് മാർക്കറ്റ് റെഫറൻസ് ലെവലെല്ലാം വർക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റിക്കായാലും മിഡ് ക്യാപ്പ് ആയാലും വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ട്രേഡ് ചെയ്യുക, കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക, ലെവൽ കൃത്യമായി എടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.